ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കൺ അടിച്ച് ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇത് അന്നത്തെ എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ രേണുസുതിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, അവളുണ്ടല്ലോ ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കര വിമർശനവും പിന്നെ ബാഡ് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതിലിരിക്കുകയാണല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ലതേ ഉള്ളൂ കേട്ടോ. അവൾ അഭിനയിക്കുകയാണ്, അഭിനയിച്ച് പിന്നെ അവൾ കാശ് ഉണ്ടാക്കുകയാണ്, അല്ലാതെ മോശം ഇതിൽ ഇത് നമുക്ക് തോന്നുന്നില്ലല്ലേ. എനിക്ക് അങ്ങനെ തന്നെ കേട്ടോ, പാവമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ മക്കളെ വളർത്താനും ഇപ്പോൾ ഒരു ഹസ്ബൻഡ് മരിച്ചവരും പിന്നെ അച്ഛനും അമ്മയും പിന്നെ നോക്കാനും മക്കളെ വളർത്താനും ഒക്കെ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് രേണുസുതി. അപ്പോൾ ഒരുപാട് വിമർശനം കളിയാക്കലും റേഡ് കമൻറ്റും ഒക്കെ പാടായിട്ട് അവൾ ആകെ നിറഞ്ഞു നിൽക്കുകയാണല്ലേ യൂട്യൂബിലൊക്കെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് നല്ലതേ പറയാനുള്ളൂ കേട്ടോ. അവൾ അഭിനയിച്ച് അവൾ പിന്നെ കാശുണ്ടാക്കുകയാണ്, അല്ലാതെ മോശം സ്ഥിതിയിലും അതേമാതിരി സജി പറയുന്ന മാതിരി ബേഡ് വാക്കും അതൊന്നും യൂസ് ചെയ്യുന്നില്ല. നല്ലതിൽ അഭിനയിച്ചാണ്, നല്ലതിൽ എന്ന് പറഞ്ഞാൽ ഓളെ രീതിയിൽ ഒക്കെ അഭിനയിക്കാൻ എങ്ങനെ താല്പര്യം ഒക്കെ അവനവൻ്റെ ഇഷ്ടമാണല്ലോ. അപ്പം അതിനനുസരിച്ച് അവൾ അഭിനയിച്ച് കാശുണ്ടാക്കുകയാണ് അല്ലേ. അതിനിപ്പോൾ കുറേ വിമർശനവും കാര്യങ്ങളും ആകെ പ്രശ്നവും അങ്ങനത്തെയൊക്കെയാണ്. അപ്പം അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛൻ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ആ മോന് പറയണല്ലേ. അപ്പോൾ അവർ പിന്നെ നല്ല അഭിപ്രായമാണല്ലേ പറഞ്ഞത്. അവൻ്റെ കൂട്ടുകാരനും അവനും കൂടെ പിന്നെ ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് കയറി പിന്നെ സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യല്ലേ. നമ്മൾ സുധിച്ചേട്ടനെ ആലോചിക്കുമ്പോണ്ടല്ലോ, അവനെ മുഖം കാണുമ്പോൾ പാവം തോന്നും. അവരുടെ വോയിസൊക്കെ സുധിച്ചേട്ടൻ്റെ വോയിസിന് മോരി തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇങ്ങനെ കളിയാക്കണവരോടും കണ്ടിട്ടുണ്ടോ? രാവിലെ തൊട്ട് എന്ത് പറയുന്നവർക്ക് അവർക്ക് പറയാം, പക്ഷെ നമ്മുടെ ആ സാഹചര്യം അവർക്ക് വരണം. അവരുടെ വീട്ടിൽ അവരുടെ വൈഫോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അവരുടെ ഈ പറയുന്നവരുടെ നെഗറ്റീവ് പറയുന്നവരുടെ സഹോദരിയോ അവരുടെ സിസ്റ്ററിനോ വല്ല ഈ അനുഭവം വരുമ്പം അവരിങ്ങനെ പറയത്തില്ല. കാരണം അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അങ്ങനെ വിചാരിക്കത്തുള്ളൂ. പിന്നെ നമുക്കിപ്പോൾ ജീവിക്കാൻ കുഞ്ഞിനെ വളർത്താൻ അതിന് കാശ് വേണം, ഇല്ലാതെ പറ്റത്തില്ല. പറയുന്നവർക്ക് പറയാം. നമുക്ക് പൈസ ഇല്ലാതെ കുഞ്ഞുങ്ങളെ പറയുന്നവരാരും ഇപ്പോഴത്തെ കാലത്ത് ഫ്രീ ആയിട്ടോ അല്ലെ ഒന്നും കാണാതെ ആരും ഒന്നും തരത്തില്ല. അവർ കുഞ്ഞുങ്ങളെ വളർത്തണം, ജീവിക്കണം. അതിന് അവൾ തിരങ്ങി പറയുന്നവർ അവരുടെ ഇഷ്ടം അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്നത് രേണുസുതിക്ക് ബിഗ് ബോസിൽ കിട്ടണമെന്നാണ്. അപ്പം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കുടുംബത്തിനൊരു ചെറുതായിട്ടെങ്കിലൊരു സഹായം അതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കിട്ടാൻ പ്രാർത്ഥിക്കാല്ലേ. അവന് 18 വയസ്സായപ്പോഴാണ് ഏട്ടൻ പോയത്. അപ്പം ആള് അന്നും ഈ 2 കുഞ്ഞുങ്ങളെയും എന്നെയും വരെ കുഞ്ഞ് പോലാണ് ആള് കണ്ടത്. ഞാൻ പറയും കിച്ചു വലിയ കുട്ടിയായി, അവന് വണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞേട്ടാണ്. അല്ലാതെ സങ്കടത്തിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ രേണുവിൻ്റെ ആദ്യ വിവാഹമായിരുന്നു. അപ്പം സുധിച്ചേട്ടൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു. അപ്പം രേണുവിൻ്റെ വീട്ടുകാർക്കൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു വിവാഹത്തിൽ? ഇല്ല, ആദ്യമൊക്കെ എതിർപ്പൊന്നും അറിയില്ലല്ലോ, സുചേട്ടനെ അറിയില്ലായിരുന്നു. പിന്നെ സുചേട്ടനെ കണ്ടപ്പം സുചേട്ടൻ എന്നെക്കാളും കൂടുതൽ അവരുടെ സുചേട്ടൻ്റെ അടുത്താണ്. കാരണം സുചേട്ടൻ ഇവിടുത്തെ അമ്മ പപ്പ ചേച്ചി ഇവരൊക്കെ ആയിട്ടാണ്. സുചേട്ടൻ എപ്പോഴും അടുക്കളയിലൊക്കെ തന്നെയായിരുന്നു, ഫുഡ് വെക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ട്. വീട്ടിലുള്ള സമയത്ത് എൻ്റെ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തും ഇഷ്ടമാണ് പാചകം. അത് ഇവിടെ നിന്നല്ല, കൊല്ലത്താണേലും ഇഷ്ടമാണ്. കൊല്ലത്തെ അമ്മയ്ക്കാണെങ്കിലും മീൻ വെട്ടി കൊടുക്കാനും ഒക്കെ ആള് തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ അത് പിന്നെ സുചേട്ടൻ്റെ 2ാമത്തെ വാർഷികക്കേനു അല്ലേ, മരണപ്പെട്ടിട്ട് 2ാമത്തെ വാർഷികേനു. പിന്നെ അവൾ ഡാൻസ് കളിച്ചു, ഡാൻസ് മറ്റേ അവളിപ്പോൾ അഭിനയിക്കുന്ന ആൾ ഡാൻസ് കളിച്ചു കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പിന്നെ ഒന്നുകൂടി വിമർശനം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അവൾ പിന്നെ എല്ലാവരും പട കൂടിയപ്പോൾ ഒന്ന് ഇതായി നിന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ഒരു ഹാപ്പി ആയിരിക്കില്ലേ, എല്ലാവരും പട കൂടി സംസാരിക്കും, അതേമാതിരി കളിഞ്ചി അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മളിതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അറിയാം. എല്ലാവരും കൂടി സംസാരം കളിയും ചിരി അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഓർമ്മയിൽ അത്രയ്ക്ക് പെടില്ല. പക്ഷേ നമ്മൾ ഒറ്റപ്പെടുമ്പോണ്ടല്ലോ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മകളൊക്കെ അങ്ങനെ കയറി വരും. എപ്പോഴാണ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ അവളെ പിന്നെ കരഞ്ഞില്ലാന്നോ അങ്ങനത്തെ കുറേ വിമർശനം കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ എനിക്കുണ്ടല്ലോ ഒരിടക്കിന് പാവമാണ് കേട്ടോ. ആ മക്കളെ വളർത്തി ആ ചെറിയ മോൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അവനെ കെട്ടിട്ടാണല്ലേ അവള് അഭിനയിക്കാനും ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. കുഞ്ഞു മോനെ കെട്ടിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സഹതാപം പാവമൊക്കെ തോന്നും അല്ലേ. അപ്പോൾ എന്തായാലും നല്ലതില്ല, നല്ല അഭിനയം കാര്യങ്ങളും നല്ല സിനിമയിലൊക്കെ നല്ല അവസരമൊക്കെ ചെന്നിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അത് ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. അതുവരെ നിങ്ങൾക്ക് സർപ്രൈസാണ്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പിന്നെ എൻ്റെ ഒരാളെ കാണാനും കൂടെയാണ് ഞാൻ വന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഇങ്ങോട്ട് വരുവാണ്. ഇപ്പം എപ്പോഴും വരുന്ന സ്ഥലമല്ല ഇത്, അതുകൊണ്ടാണ്. അപ്പം ഞാനും ഋതപ്പനും ഉണ്ട്, ലുതിയാമോളും ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ പോയി, കിച്ചു ഇല്ല കേട്ടോ, കിച്ചു അവൻ കൊല്ലത്തായോണ്ടാണ് അവൻ വരാതിരുന്നത്. അപ്പം അവിടെ വരെ ഒന്ന് പോയി നമുക്ക് കാണാം ആളെ. വരൂ. അപ്പം ഇപ്പം മനസ്സിലായോ ഞാൻ എവിടെയാണ് വന്നതെന്ന്, ആരെ കാണാനാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. സൂചേട്ടനെ കാണാൻ വന്നതാണ്. ഇവിടെ വന്ന് ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ സൂചേട്ടൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ കരയില്ല എന്ന്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സൂചേട്ടൻ നല്ലതായിട്ട് വിഷമിക്കും. ഇവിടെ നിന്ന് കരയത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത്. ഒറ്റ കാരണത്താലാണ് പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഏട്ടനെ കണ്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നോട് ഒരു വാക്കേ പറയുന്നുള്ളൂ, കരയരുത് കരയരുതെന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത്. സത്യം പറഞ്ഞാൽ കണ്ണുനീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയാണ് 2 വർഷമായിട്ട്. ഒരുപാട് കേൾക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ഓർത്ത് ആ നെഗറ്റീവ്സൊക്കെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ചാനൽ ആരും എന്താ പറയുക സപ്പോർട്ട് ചെയ്യില്ലെന്നാണ്. ആരും എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നാണ് ഓർത്തത്. പക്ഷേ സത്യം പറഞ്ഞാൽ സൂചേട്ടനെ സ്നേഹിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഒരുപാട് നന്ദി. സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സൂചേട്ടൻ്റെ മുന്നിൽ നിന്ന് നന്ദി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത തന്നെയാണ്. മേ ബി ചേട്ടൻ തോന്നിച്ചതായിരിക്കാം. എന്തായാലും ഒരുപാട് നന്ദി. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് നന്ദി. ഇനിയും അപ്പോൾ അത് പിന്നെ സുചേട്ടൻ്റെ 2ാമത്തെ വാർഷികക്കേനു അല്ലേ, മരണപ്പെട്ടിട്ട് 2ാമത്തെ വാർഷികേനു. പിന്നെ അവൾ ഡാൻസ് കളിച്ചു. ഡാൻസ് മറ്റേ അവളിപ്പോൾ അഭിനയിക്കുന്ന ആൾ ഡാൻസ് കളിച്ചു കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പിന്നെ ഒന്നുകൂടി വിമർശനം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അല്ലേ. അവൾ പിന്നെ എല്ലാവരും പട കൂടിയപ്പോൾ ഒന്ന് ഇതായി നിന്നിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ഒരു ഹാപ്പി ആയിരിക്കില്ലേ, എല്ലാവരും പട കൂടി സംസാരിക്കും, അതേമാതിരി കളിയും അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മളിതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ അറിയുക. എല്ലാവരും കൂടി സംസാരം കളിയും ചിരി അങ്ങനെ ആകുമ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഓർമ്മയിൽ അത്രയ്ക്ക് പെടില്ല. പക്ഷേ നമ്മൾ ഒറ്റപ്പെടുമ്പോണ്ടല്ലോ ഭയങ്കര വിഷമവും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മകളൊക്കെ അങ്ങനെ കയറി വരും. അപ്പോഴാണ് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ അവളെ പിന്നെ കരഞ്ഞില്ലാന്നോ അങ്ങനത്തെ കുറേ വിമർശനം കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുണ്ടല്ലോ ഒരിടക്കിന് പാവമാണ് കേട്ടോ. ആ മക്കളെ വളർത്തി ആ ചെറിയ മോൻ്റെ മുഖത്തൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ അവനെ കെട്ടിട്ടാണല്ലേ അവള് അഭിനയിക്കാനും ഇതിനൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. കുഞ്ഞു മോനെ കെട്ടിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് സഹതാപം പാവമൊക്കെ തോന്നും അല്ലേ. അപ്പോൾ എന്തായാലും നല്ലതില്ല, നല്ല അഭിനയം കാര്യങ്ങളും നല്ല സിനിമയിലൊക്കെ നല്ല അവസരമൊക്കെ കിട്ടിയാണ് നല്ലതിൽ പോകട്ടെ. ആൾക്കാരുണ്ടാവും, കുറേ വിമർശനം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. കുറച്ച് പേര് നല്ലതും നല്ല പിന്നെ അത് പറയാനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ വിമർശനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ഈ മോശമായിട്ടുള്ള അഭിനയം അതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അങ്ങനെ വിമർശനം കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അവർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പിന്നെ അവൾ അങ്ങനെ അഭിനയിക്കണമായിരിക്കും, അവർക്ക് ഇഷ്ടം അതായിരിക്കും അങ്ങനെ അഭിനയിച്ചുകൊണ്ട് കാശുണ്ടാക്കണല്ലേ. പിന്നെ വേറെ എന്തൊരു കാര്യം എന്ന് വെച്ചാൽ മോനും അത്രയ്ക്ക് പിന്നെ പ്രശ്നം കാര്യങ്ങളും ഇല്ല. പിന്നെ അവൾക്കറിയാലോ, അവനറിയാം അവൻ്റെ അമ്മേനെയും പിന്നെ കുടുംബവും എല്ലാം അവനെ അറിയാലോ. പിന്നെ ഇങ്ങനത്തെ പിന്നെ അങ്ങനെ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം ഈ നാട്ടായിരിക്കും. പിന്നെ വേഡ് കമൻറ്റ് ഇടുന്നവർക്കും വിമർശനക്കും എന്താണ് എന്തിൻ്റെ കേടാണില്ലേ അങ്ങനെയൊക്കെ പിന്നെ പറഞ്ഞ് അതിനെങ്ങനെ എത്രത്തോളം തരം താഴ്ത്തി തളർത്താൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ ഒരിക്കലും അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ അവരെ പിന്നെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ പിന്നെ നടന്നിട്ടുള്ള പിന്നെ അഭിനയിക്കുന്നത്. പിന്നെ സജിൻ്റെ ഒരു കുറേ തെറി വാക്കും അതും അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ചെറിയൊരു പേട് കമൻറ്റ് ഇട്ടാലും പക്ഷെ അതിനുള്ള തെറി വാക്കും കാര്യങ്ങളൊന്നും ഉളവായിരുന്നു അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. പിന്നെ അഭിനയം അവരിഷ്ടം, അവരുടെ ശരീരം അങ്ങനെ അവരുടെ ഇഷ്ടത്തിന് അഭിനയിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും പറയാനുള്ളത് കുറച്ചൊക്കെ ഒന്ന് പിന്നെ നമ്മൾ ഇങ്ങനെ വിമർശനം അതൊക്കെ ഒന്ന് ഒഴിവാക്കി തളർത്താതെ ഇരിക്കുക എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും ശ്രമിക്കും.